ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ ഫിസിക്സ് പരീക്ഷയ്ക്ക് എഴുതി വന്നിരിക്കുന്നവരാണ്. ഫിസിക്സ് പരീക്ഷയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം, അത് ഈസി ആയിരുന്നു, മീഡിയം ആയിരുന്നു, ഡിഫിക്കൽട്ട് ആണോ എന്നുള്ള കാര്യം ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി കുറേ പേര് എനിക്ക് ഉറപ്പാണ് കമൻറ്റ് ചെയ്യും. നമ്മുടെ ആൻസർ പോയപ്പോഴും അതിൽ കുറേ ലൈവ്സിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സർ ഫിസിക്സ് പരീക്ഷ ഭയങ്കര ടഫായിരുന്നു, ഡിഫിക്കൽട്ടായിരുന്നു, ന്യൂമറിക്കൽസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ആകെ ചെയ്യാൻ പാടില്ലാത്തത് ഡിഫിക്കൽട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫിസിക്സ് പരീക്ഷ പറ്റില്ല, ഫിസിക്സ് പരീക്ഷ ടഫായിരിക്കും, പബ്ലിക് എക്സാം അതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ള പരീക്ഷകളൊക്കെ നിങ്ങൾ ഡൗൺ ആയിട്ട് നിങ്ങൾ പോകരുത്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഓക്കെ, ഇനിയുള്ള പരീക്ഷകൾ നന്നായിട്ട് പഠിക്കണം, മാക്സിമം മാർക്ക് നിങ്ങൾ നേടാൻ വേണ്ടി നോക്കണം. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം മക്കളെ. എൻ്റെ അഭിപ്രായം, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം, മോഡൽ എക്സാം, സേവ് പരീക്ഷകളൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ പരീക്ഷ മീഡിയം അല്ലായിരുന്നു, ഹാർഡ് അഥവാ ഡിഫിക്കൽട്ടും അല്ലായിരുന്നു, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പേപ്പറായിരുന്നു. അത് മീഡിയം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര ഡിഫിക്കൽട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, രണ്ടിൻ്റെ ഇടയിലുള്ള പേപ്പറായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെങ്കിൽ ഞാൻ അതിന് ഡിനൈ ചെയ്യല്ല. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതിന് നിങ്ങളുടെ കാരണം ഉണ്ടാവും. എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള കാരണം? നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ഈ പ്രോപ്പറായിട്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നേരെ മറിച്ച് നിങ്ങൾക്ക് മീഡിയമോ ഈസിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഓൺ ആവറേജ് മിക്ക കുട്ടികൾക്കും അത് മീഡിയത്തിന് ഡിഫിക്കൽട്ട് ഇടയിലുള്ള പേപ്പറായിട്ടാണ് വരിക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 സത്യങ്ങൾ. ഈ ക്രിസ്മസ് എക്സാം ഒരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ഈ ഒരു ലെവലിൽ അല്ലെ ഈ ഒരു ടൈപ്പ് ഓഫ് പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾ പബ്ലിക് എക്സാമിന് നേരിടാൻ പോകുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇതേ ലെവലിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ലെവലിലോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഇതിലേക്കാളും ഈസി ആയിരിക്കും പബ്ലിക് എക്സാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും, നിങ്ങളുടെ മാർക്ക് വെറുതെ പോകും. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് പേപ്പർ നിങ്ങൾ നേരിടാൻ റെഡി ആയിക്കോളൂ. അതിനുവേണ്ടി ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ പരീക്ഷ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെങ്കിൽ പബ്ലിക് എക്സാം ഡിഫിക്കൽട്ട് ആവാതെ തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് തന്നെ ഇടേണ്ടി വരും. അതെങ്ങനെ ഇടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, പബ്ലിക് എക്സാം ഈ ലെവലിലായിരിക്കും വരിക. ഇനി നമ്മുടെ വെയിറ്റേജിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത വെയിറ്റേജ് തന്നെയായിരുന്നു. ആകെ ടേം 1 വെയിറ്റേജ് കുറച്ച് കുറവായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ പബ്ലിക് എക്സാം ടേം 1 ഒരേപോലെ ആയിരിക്കുമല്ലോ വരിക. പിന്നെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഈ പ്രാവശ്യം ന്യൂമറിക്കൽസ് പൊതുവെ കാണുന്നതിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. അതായിരുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഡെറിവേഷൻ അത്യാവശ്യം ഉണ്ടായിരുന്നു, മോശമൊന്നുമില്ലായിരുന്നു. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണകളും കുറവായിരുന്നുള്ളത്. ന്യൂമറിക്കൽസ് ആയിരിക്കും മിക്ക കുട്ടികളും ബുദ്ധിമുട്ടിച്ചുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് മനസ്സിലാക്കുക. അത് ന്യൂമറിക്കൽസ് ആണോ അല്ലാത്ത ടൈപ്പ് ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അത് ന്യൂമറിക്കൽസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ സൊല്യൂഷൻ ആണ്. മാക്സിമം നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ചെയ്യണം. അത് ന്യൂമറിക്കൽസ് ആണ്, നിങ്ങൾ ന്യൂമറിക്കൽസ് മാക്സിമം ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കണം. അത് ഡെറിവേഷൻസ് ആണ്, ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കണം. ഇനി ഇതൊക്കെ സാർ എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും? ഒബ്വിയസ്ലി ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷകൾ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യണം. കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് ഒക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വന്നിരുന്നൊരു അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം ഇന്നത്തെ ആൻസർ കീ പോയപ്പോൾ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് പരീക്ഷയിൽ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിപ്പിച്ചെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. മാത്സ് പരീക്ഷയിലും ബയോളജിയിലും കെമിസ്ട്രിയിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലൈവ് ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. ലോങ് ടേമിൽ, അതേ ലോങ് ടേം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മാസം, ഈ മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മക്കളെ? ഫിസിക്സ് പരീക്ഷ മാത്രമല്ല എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു കൊടുക്കണം. ഓക്കെ, അത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഹോളിഡേയ്സിൽ തന്നെ പഠിക്കാം, വേർത്തായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സോ അടിപൊളിയായിട്ടുള്ള സാറോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സോ ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതില്ലെങ്കിൽ എക്സാമിനറിന്റെ യോധ ക്രാഷ് ബാച്ചിന്റെ കാര്യം അറിയാലോ. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും 1 ഷോർട്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന് ഷോർട്ട് നോട്ട്സ് ബേസ് ആയിട്ടുള്ള ലൈവ് ക്ലാസ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവുന്നതായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എല്ലാം ഷെഡ്യൂൾഡായിട്ട് കിട്ടുന്നതായിരിക്കും യോധ ക്രാഷിൽ. ഫസ്റ്റ് മുതൽ പഠിച്ച് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം. ഫീസ് 2000 rupees ആണ്. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് അതിൽ വാട്സ്ആപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യല്ല. ബാച്ചിൽ ജോയിൻ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ എന്നല്ല പറയാം. സംഭവത്തിലേ ഉള്ളൂ, ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യം മുതൽ പഠിക്കാനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കണം. അത് ചെയ്യാതെ ഒരു വഴിയില്ല. പിന്നെ ഞാൻ പറയാം മറ്റൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പല കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി കുറച്ച് പഠിച്ചിട്ട് വന്നിട്ട് മാരത്തോൺ 1ഉം മാരത്തോൺ 2ഉം പിന്നെ ഷുവർ ക്വസ്റ്റൻ ലൈവ് അറ്റൻഡ് ചെയ്തവർക്ക് പരീക്ഷ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഫിസിക്സ് പഠിക്കാൻ വരുന്നത്, മാരത്തോണിലൂടെ പഠിക്കാൻ വന്നവർക്ക് കുറേ പേർക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ലെവലൊക്കെ വേറെ അപ്പുറം, നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇനി ഞാൻ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലേ അവസാനത്തെ ഷുവർ ക്വസ്റ്റനിലോ മോർണിംഗ് ബൂസ്റ്ററിലോ വന്ന് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താ മാരത്തോൺ 1, മാരത്തോൺ 2 ഷുവർ ക്വസ്റ്റനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും കാണാൻ വേണ്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ മുഴുവനായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അർത്ഥം എന്താണ്? നിങ്ങൾ അതിൻ്റെ മുൻപ് കുറച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ പബ്ലിക് എക്സാമിനോട് ശ്രദ്ധിച്ചോ, ഇതേപോലെ മാരത്തോൺ ലൈവുകൾ വെക്കും, അതിൽ നിന്നുള്ള ചോദ്യങ്ങളെ പരീക്ഷയിൽ വരുള്ളൂ. പക്ഷേ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. നേരത്തെ പഠിക്കാനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യോധ ബാച്ചിൽ വേറെ സൊല്യൂഷൻ ചെയ്തോ, അല്ലെങ്കിൽ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആ സൊല്യൂഷൻ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ് മക്കളെ, ഇനിയുള്ള പരീക്ഷകളിൽ മാക്സിമം ഫോക്കസ് ചെയ്യുക. എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യുക. പരീക്ഷയുടെ തലേന്ന് ഉറക്കം മാത്രം സാക്രിഫൈസ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് റിലേറ്റീവ്ലി ഈസി ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അനാലിസിസ്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ജനറലായിട്ട് അവസാനം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ന്യൂമറിക്കൽസ് ആയിരിക്കും നിങ്ങൾ മിക്കവാറും ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ന്യൂമറിക്കൽസിൽ മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഡെറിവേഷൻസ് ആണ്, ഡെറിവേഷൻസ് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാട് തന്നെ തുടങ്ങാൻ നിങ്ങൾ റെഡി ആയിക്കോളും, അല്ലെങ്കിൽ പരിപാടി നടക്കില്ല. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓൾസോ എക്സാമിനറുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം. പിന്നെ ബൈ ദ വേ, ഇന്ന് വൈകുന്നേരം കമ്പ്യൂട്ടർ സയൻസിന്റെ മാരത്തോൺ ഉണ്ടാവുന്നതായിരിക്കും. അതുകൂടാതെ നാളെ മുതൽ നമ്മുടെ മാത്സിന്റെ മാരത്തോണും ബാക്കിയുള്ള എല്ലാ എക്സാംസിന്റെ മാരത്തോണും ഷുവർ ക്വസ്റ്റനും മോർണിംഗ് ബൂസ്റ്റർ ലൈവ് എല്ലാം ഉണ്ടാവുന്നതായിരിക്കും. വന്നിരിക്കുക, പഠിക്കുക, പൊളിക്കുക.